ജോളി മധു മരിച്ചതിന് ശേഷം ബോർഡ് ഒരു വിശദീകരണ കുറിപ്പ് എഴുതി. അതായത് 28 വർഷമാണ് ജോളി മധുവിന്റെ കയർ ബോർഡിലെ സേവന കാലയളവ്. അതിൽ 26 വർഷവും കൊച്ചിയിൽ തന്നെയാണ് ഇരുന്നത്. കൊച്ചി ഹെഡ് ഓഫീസ് ആണെന്ന് ഓർക്കണം, അവിടെ തന്നെയാണ് ഇരുന്നത്. പിന്നീട് ഭരണപരമായ ഒരു സൗകര്യത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടിയാണ് ആന്ധ്രയിലെ രാജമുദ്രയിലേക്ക് സ്ഥലം മാറ്റിയത്. അതും പോരാഞ്ഞ് അവര് രോഗബാധിതയാണ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ വളരെ ദയാപൂർവം ജോളി മധുവിനെ കൊച്ചിയിലേക്ക് തിരികെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ മെഡിക്കൽ ലീവ് കൊടുത്തു, തടഞ്ഞു വെച്ച ശമ്പളം കൊടുത്തു. ഇതൊക്കെയാണ് അവരുടെ ന്യായീകരണങ്ങൾ. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ സംഭവിക്കുക. അധികാരം കൈവശമുള്ളവരെ പറയുന്നതാണല്ലോ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അവസാന വാക്ക്. പക്ഷെ അന്നേരവും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇവിടെ. ഈ 26 വർഷം കൊച്ചിയിൽ ജോലി ചെയ്ത് ജോളി മധുവിന്റെ തെറ്റാണോ, കുറ്റമാണോ? നേരത്തെ പറഞ്ഞ ഇത് ഈ സ്ഥാപനത്തിന്റെ കേന്ദ്ര ഓഫീസാ. മിക്ക ഉദ്യോഗസ്ഥന്മാരും അവിടെ ദീർഘകാലമായിട്ട് ഇരിക്കുന്നവരാ. പിന്നീട് ശമ്പളം കൊടുത്തെന്നാ പറയുന്നത്. അത് അവരുടെ തടഞ്ഞു വെച്ച ശമ്പളമാണ്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ അവരുടെ ശമ്പളം തടഞ്ഞു വെച്ചു എന്നല്ലേ? അത് എന്തിന്റെ പേരിലായിരുന്നു? അങ്ങനെ ശമ്പളം തടയുന്നതിന് ചെയർമാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ അധികാരമുണ്ടോ? മെഡിക്കൽ ലീവ് കൊടുത്തത്രേ നമ്മുടെ മഹാനുഭാവനായ ചെയർമാൻ. രോഗബാധിതയായ ഒരു ജീവനക്കാരിക്ക് അവകാശപ്പെട്ടതാണ് മെഡിക്കൽ ലീവ്.